കുറെ പേര് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നു, സുബിൻ ബ്രോ പൊളിച്ചു. ഞാനിരുന്ന എപ്പിസോഡ് കണ്ടപ്പോ ആ ഹോൾ പോർഷൻ ഇസ് മിസ്സിംഗ് ഫ്രം ദ എപ്പിസോഡ്. ആ വീട്ടിൽ ഇന്ന് സംഭവിച്ച ഒരു മെയിൻ കാര്യം അവര് കണ്ടിട്ടില്ല. ഞാൻ ആലോചിക്കാം, ഇങ്ങനെ എത്ര സാധനങ്ങൾ ഇവര് കണ്ടിട്ടില്ലായിരിക്കാം. ഇത് ഈ പറഞ്ഞതിനോട് ഞാനും യോജിക്കുകയാണ്. കാരണം 2 ദിവസം മുൻപ് പ്രസ് മീറ്റ് ടാസ്ക് ഉണ്ടായിരുന്നു. ടീം നസ്റ്റ് നല്ല പോലെ പെർഫോമൻസ് ചെയ്തിരുന്നു. എല്ലാവരും നന്നായിട്ട് ചെയ്തു. അതേപോലെ സിബിൻ നന്നായിട്ട് പെർഫോമൻസ് ചെയ്തു. ഗബ്രി ജാസ്മിനെ എയറിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ലൈവിൽ അത് നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റി. നമ്മളത് വീഡിയോ ചെയ്തു. പക്ഷെ എപ്പിസോഡ് വന്നപ്പോൾ 1 hour എപ്പിസോഡിൽ ഇല്ല. ഈ രാത്രി 9:30 മുതൽ 10:30 വരെ എല്ലാവരും കാണുന്നത്. അതിനുശേഷം 11 മണിക്ക് പ്ലസിലുണ്ടെന്ന് പറയുന്നു. എത്ര പേരത് കാണും എന്നുള്ളത് പറയാൻ പറ്റില്ല. അതുപോലെ ലൈവ് എല്ലാവർക്കും കാണാൻ സൗകര്യമുണ്ടെങ്കിൽ അങ്ങനെ. പക്ഷെ എത്ര പേര്, കുറച്ചുകൂടെ ഫാമിലിയിൽ ഇരിക്കുന്നവരെല്ലാം ഇപ്പൊ ഈ ഹോട്ട്സ്റ്റാറിനെ നോക്കിക്കൊണ്ടിരിക്കണമെന്നില്ല. അത് കുറെ യങ്സ്റ്റേഴ്സ് ഒക്കെ നോക്കുമായിരിക്കും. പക്ഷെ ഈ കുടുംബത്തോടെ ഈ കാണുന്നതെല്ലാം ഈ രാത്രിയുള്ള ഏഷ്യാനെറ്റിന്റെ എപ്പിസോഡായിരിക്കും കാണാം. സോ അതിൽ നിന്നാണ് അത് കട്ടായി പോയിട്ടുള്ളത്. ഇപ്പൊ ഈ ആര്യ പറഞ്ഞ കറക്റ്റാണ്. ഞാൻ അത് വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പൊ ഇത് പറയുമ്പോഴാണ് ഇതിൽ ആര്യ പറയുന്ന ഒരു കാര്യം കണ്ടോ, എത്ര എണ്ണം ഇവര് കാണാതെ പോകുന്നു. അല്ലെങ്കിൽ കാണാതെ പോകുന്നു എന്നേ പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ ഇവര് കണ്ടിട്ട് ഇല്ലെന്ന് നടിക്കുന്നത് എത്ര. അപ്പൊ അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്. ആദ്യം ജാസ്മിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആദ്യം ജാസ്മിന്റെ വാപ്പ വിളിച്ചു, അത് പ്രേക്ഷകരെ കാണിച്ചില്ല. അതിന് ബിഗ് ബോസ് ഒരു ന്യായീകരണം പറഞ്ഞു, അത് നമ്മൾ കേട്ടു. പക്ഷെ നമ്മൾ അവര് ന്യായീകരിച്ച പോലെയും ബിഗ് ബോസ് വീട്ടില് ജാസ്മിൻ കണ്ട പോലെയും ഇതൊന്നുമല്ല. പിന്നീട് വന്ന കഥകളെല്ലാം ജാസ്മിന്റെ വാപ്പ പൊരിക്കാനായിട്ട് വിളിച്ചതാണെന്ന് തന്നെ ജാസ്മിന്റെ വായിന്ന് വരികയും ചെയ്തു. അതോടെ ആ കള്ളങ്ങൾ പൊളിഞ്ഞു. രണ്ടാമത് സായി വന്നു, എല്ലാ രഹസ്യം പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. പക്ഷെ ആ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ബിഗ് ബോസ് വിളിച്ചിട്ട് വാണിംഗ് കൊടുക്കുന്നത്. അപ്പൊ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാ ക്യാമറയും എല്ലാം അവര് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ടെലികാസ്റ്റ് ആയതാണല്ലോ. എല്ലാം നോക്കിക്കൊണ്ടിരുന്നിട്ട് ആ പറഞ്ഞു കഴിയുന്നവരെ ഒരു ടൈം കൊടുത്തതിന് ശേഷമാണ് ബിഗ് ബോസ് വിളിച്ച് വാണിംഗ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പറയുന്നതിന് തൊട്ട് മുൻപ് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ സായി അത് ആവർത്തിക്കരുത് എന്ന് പറയുന്നില്ല. അതെന്തുകൊണ്ടാണ്? അപ്പൊ ജാസ്മിൻ വെളിയിലുള്ള കാര്യങ്ങളെല്ലാം അറിയണം എന്ന് ആഗ്രഹിച്ചിരുന്നോ? അതൊരു കാര്യം. അടുത്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ബിഗ് ബോസ് വിളിക്കുന്നു, ഷോറൂമിൽ ഒരു ലെറ്റർ കൊടുക്കുന്നു, ജാസ്മിൻ ഇത് വായിക്കുന്നു. സംഗതി എന്താണെന്ന് ആർക്കും ഇതുവരെ അറിയില്ല. ഈ സുകുമാരക്കുറുപ്പ് പിടികിട്ടാ പുള്ളിയെ പോലെ ആ ലെറ്ററിന്റെ രഹസ്യം ഇന്ന് വരെ ആർക്കും അറിയില്ല. ബിഗ് ബോസിനും ജാസ്മിനും മാത്രം അറിയാം. വായിച്ചു കഴിഞ്ഞു അത് 8ആയി മടക്കി ബാറ്ററിയുടെ ബാഗില്, മൈക്കിന്റെ ബാഗില് അത് വെക്കുന്നു. ഇതുവരെ ആരുടെ പറഞ്ഞോ എന്നുള്ളത് നമ്മൾ കാണുന്നില്ല, വെളിപ്പെടുത്തിയിട്ടില്ല, ക്യാമറയ്ക്ക് മുൻപിൽ അത് വന്നിട്ടില്ല. അതും കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ, വൈൽഡ് കാർഡ് വന്ന് എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ജാസ്മിൻ എങ്ങനെയാണ് ജാസ്മിന്റെ റീൽസും വീഡിയോസ് എല്ലാം ഇവർ ടെലികാസ്റ്റ് ചെയ്ത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പൊ പ്രേക്ഷകർക്ക് മുൻപിൽ കൊടുക്കുന്ന ജാസ്മിന്റെ റീൽസ് എല്ലാം സിമ്പതി, സഹതാപം, അയ്യോ പാവം പെങ്കൊച്ചല്ലേ, പാവം തോന്നുന്നു എന്നുള്ള സഹതാപ തരംഗങ്ങളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ആ ഒരാഴ്ച മുൻപ് വരെയുള്ള ജാസ്മിനെ അല്ല നമ്മൾ കാണുന്നത്, വെറും സഹതാപ തരംഗങ്ങൾ. ഇപ്പൊ ഒരു റീൽസ് ഇട്ടാൽ തന്നെ ഒരുപാട് സപ്പോർട്ട് ജാസ്മിനെ കൊടുക്കുന്ന പോലത്തെ ഉള്ള കമന്റുകളൊക്കെ നമ്മൾ കാണാൻ തുടങ്ങി. അത്രയും ശോകമായിട്ട്, അത്രയും പരിതാപപ്പെട്ടുകൊണ്ട് ഇതുപോലൊരു അവസ്ഥ ഒരു പെൺകുട്ടിക്ക് വരരുത് എന്നെല്ലാം പ്രേക്ഷകരെ കൊണ്ട് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള റീൽസ് ഒക്കെ പേഷ്യനിട്ട് ഇടാൻ തുടങ്ങി. അപ്പൊ എന്താണ് സംഭവം? ജാസ്മിന്റെ വിഷയത്തിൽ ആദ്യം പിന്നെ എന്തിനാണ് ഈ രാത്രി ലൈവും ഇവരുടെ രണ്ടുപേരും തമ്മിലുള്ള കപ്പിൾസ് പോലെയുള്ള റീൽസ് ഒക്കെ എന്തിനെ പുറത്തു വിട്ടത്? അത് വിട്ട് ജനങ്ങളെല്ലാം പ്രതികരിക്കാൻ തുടങ്ങിയപ്പോ ഇപ്പൊ ഒരു സിമ്പതിക്ക് വേണ്ടിയിട്ട് എന്തിനാണ് അങ്ങനെ കാണിക്കുന്നത്? അപ്പൊ ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ, ഈ ഷോ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുടെ മനസ്സിലുള്ള സംശയങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിൽ ബിഗ് ബോസിന്റെ അണിയറിൽ അങ്ങനെ ഇത്യാദി സംഭവങ്ങളൊക്കെ നടക്കുന്നില്ലേ എന്നുള്ളത് ഇപ്പൊ നമുക്കൊക്കെ ഡൗട്ട് അടിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ആ ലെറ്റർ എന്താണ് എന്നുള്ളത് ലാലേട്ടൻ ഇനിയെങ്കിലും വന്നിട്ട് അത് പറയണം. സാറ്റർഡേ സൺഡേ എപ്പിസോഡിൽ വരുമ്പോൾ അത് റിവീൽ ചെയ്യണം. അതുപോലെ സായി 1 അല്ല 2 തവണയാണ് സായിക്ക് വാണിംഗ് കിട്ടിയിട്ടുള്ളത്.
സോ ഈ 2 തവണയും മാറ്റർ പറഞ്ഞു കഴിയുന്നവരെ ബിഗ് ബോസ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് സായിക്ക് വാണിംഗ് കൊടുക്കുന്നത്. അപ്പൊ ഇതിന് പിന്നിലുള്ള ചേതോ വികാരം എന്ത് എന്നുള്ളതാണ് നമുക്കൊക്കെ സംശയം വരുമല്ലോ. സോ അപ്പൊ ഇതുപോലെ നല്ല കണ്ടന്റും അതും കൊടുക്കുന്ന എന്താ പറയാ, ഇതുപോലെ നല്ല റീച്ച് കിട്ടുന്ന സംഭവങ്ങളൊക്കെ ബിഗ് ബോസിൽ ഉണ്ടെങ്കിൽ തന്നെയും അതൊക്കെ 1 hour എപ്പിസോഡിൽ ഇടുന്നുമില്ല. എന്നാൽ ഇതുപോലത്തെ ജാസ്മിന്റെ ശോക ഭാവങ്ങളെല്ലാം നന്നായിട്ട് കുത്തിത്തുരുകി പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു സിമ്പതി തരംഗം സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. അപ്പൊ എല്ലാവർക്കും ബിഗ് ബോസിനോട് എന്താ ഇത് ഇങ്ങനെ, നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ ഇതിങ്ങനെയാണ് ഇത് എന്നുള്ളത്. ജാസ്മിന്റെ റീൽസ് ഇടണ്ട എന്നൊന്നും പറയുന്നില്ല. ഇനിയിപ്പോ ജാസ്മിൻ ഗബ്രിയോട് ഞാൻ പിരിയാണ് എന്നൊക്കെ പറയുന്നതൊക്കെ ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെല്ലാം സ്ട്രാറ്റജി, ഗെയിം, അവരുടെ പ്ലാനിങ് അതൊക്കെയാണ്. അതിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട വോട്ട് ചെയ്യുക, നിലനിർത്തുക എന്നുള്ളതല്ലാതെ അയ്യോ പാവെന്ന് ആരെയും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇത് പേഴ്സണലി എന്റെ വിലയിരുത്തലാണ്. ഈ അയ്യോ പാവം എല്ലാ കണ്ടസ്റ്റന്റുകളും ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. സോ എല്ലാവരും അയ്യോ പാവക്കാരൊന്നും അല്ല. ഏതോ ഒരു സിറ്റുവേഷനിൽ ഒറ്റപ്പെടേണ്ട സാഹചര്യമൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ഡൗൺ ആയി പോകുന്നവരൊക്കെ ഉണ്ട്. ജാസ്മിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ജാസ്മിനെ പോലെ ഇത്രയും ഗബ്രി സപ്പോർട്ട് ചെയ്യുന്ന പോലെ വേറൊരാളും ആ വീട്ടിനകത്ത് ഇതുപോലെ ഒരു മോറൽ സപ്പോർട്ട് കിട്ടുന്ന ഒരു കണ്ടസ്റ്റന്റ് വേറെ ഇല്ല. അത്രയും കംഫർട്ടായിട്ടാണ് ജാസ്മിൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ നിന്നത്. ഇപ്പൊ ഈ ഒരാഴ്ചയാണ് കുറച്ച് ഡൗൺ ആയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇത്രയും സിമ്പതിയും സഹതാപവും ജാസ്മിന് വാരിക്കോരി കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അതും ഗെയിമാണ്. ഇപ്പൊ ഗബ്രിയോട് ഞാൻ ക്വിറ്റ് ചെയ്തു, ഞാൻ പോണു, നീ പോയി കളിക്ക്, നീ കളിച്ച് നേട്, അല്ലെങ്കിൽ ഞാൻ അടുത്ത നോമിനേഷനിൽ വരട്ടെ എന്നിട്ട് ഞാൻ പോവാ എന്നൊക്കെ പറയുന്നതും ഒരു സിമ്പതിയും സഹതാപമാണ്. അത് വേറൊരു സ്ട്രാറ്റജിയാണ്. ഇതെല്ലാം തന്നെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക, അവരുടെ മനസ്സിൽ കയറുക, അവരുടെ വോട്ട് നേടുക. ഇത് തന്നെയാണ് കപ്പ് നേടുക, പുറത്തു പോവുക. ഇത് തന്നെയാണ്. അപ്പൊ നമ്മളെല്ലാം ഗെയിം കണ്ടാൽ മതി, ഗെയിമായിട്ട് കണ്ടാൽ മതി. പിന്നെ മനുഷ്യത്വം എന്നൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് ചിന്തിക്കണമെങ്കിൽ ഒരാൾക്ക് ഇപ്പൊ സിജോ റോക്കി അടിയുണ്ടായി. അപ്പൊ റോക്കി എത്ര ഗെയിമർ ആണെങ്കിലും നമ്മൾ സിജോ മനുഷ്യത്വം, ആ ഒരു വ്യക്തിയുടെ വേദന അതെല്ലാം നോക്കുമ്പോൾ നമ്മൾ സിജോയ്ക്കല്ലേ സപ്പോർട്ട് ചെയ്യുക. സോ അതുപോലുള്ളതൊക്കെ വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട സപ്പോർട്ട് ഉണ്ട്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ വെളിയിൽ മൊത്തം നെഗറ്റീവ് അടിക്കണമെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിട്ട് വന്ന ജാസ്മിനെ അറിയാം സോഷ്യൽ മീഡിയയിൽ ഏത് ലെവലിൽ പോകുന്നുള്ളത് അറിയാം. അപ്പൊ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഏജ് ബാർ ഇല്ല, ജെൻഡർ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ 23 വയസ്സിന്റെ അതിനെ അങ്ങനെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഒരു സങ്കടം വന്നു, എന്താ പറയാ, കരച്ചിൽ വരുന്നിട്ട് കരയാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം എന്താ പറയാ, ഇതിന് അച്ഛനും അമ്മയും വന്ന ക്യാമറയിൽ കണ്ടപ്പോൾ എനിക്ക് തന്നെ വല്ലാതായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊരു കണ്ടസ്റ്റന്റ് ഒരു ഗെയിം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ വിമർശിക്കുക തന്നെ ചെയ്യും. പക്ഷെ അത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ കാര്യം പറഞ്ഞത്, അത് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ സഹോദരിയോ നമ്മുടെ കൂടപ്പുറപ്പോ നമ്മുടെ വീട്ടിലേക്ക് ആണെങ്കിൽ നമ്മൾ കാണുമ്പോൾ എങ്ങനെ ഉണ്ടാകും? നമുക്കൊരു ബുദ്ധിമുട്ട്, ഒരു വിഷമം, ഒരു ഫീൽ ചെയ്യില്ലേ? സോ അത്രയും ഫീലിങ്സ് ഒക്കെ നമുക്കുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ, ജാസ്മിനോളം ആ ബിഗ് ബോസ് വീട്ടിൽ സപ്പോർട്ടുള്ള, ഇപ്പൊ ബിഗ് ബോസിന്റെ സപ്പോർട്ട് ഉണ്ട്, ക്രൂ മെമ്പേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ട്, വന്ന സായി ജാസ്മിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ജാസ്മിന് ഒരു എന്താ പറയുക, ജാസ്മിന്റെ വീട്ടിൽ നിന്ന് ആർക്കും കിട്ടാത്ത ഒരു പരിഗണന ജാസ്മിന്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്നു. ജാസ്മിന്റെ ഗെയിം നേരെ കൊണ്ടുപോകാൻ പറയുന്നു. പിന്നെ ലെഫ്റ്റും റൈറ്റും ജാസ്മിന് ഒരു കവചം എന്ന പോലെ ഗബ്രി ഉണ്ട്, വൻ മതിൽ പോലെ. എല്ലാത്തിനും ഗബ്രി കൂടിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ജാസ്മിനെ, മറ്റുള്ളവർക്കാണ് അങ്ങനെ ഒന്നുമില്ലാത്തത്. അപ്പൊ അങ്ങനെയുള്ള ജാസ്മിനെ വീണ്ടും ശോകമായിട്ട് പ്രകടിപ്പിച്ച് പ്രേക്ഷകർക്ക് മുൻപിൽ കാണിച്ചിട്ട് എന്താ ബിഗ് ബോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻറ്റിമോൾ ചെയ്യുന്നത് എന്നെല്ലാം നമുക്ക് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പൊ എനിക്കിത് ഇതും കൂടെ പറഞ്ഞപ്പോ എത്ര നല്ല കണ്ടന്റ് ആണ്, നല്ല ഹൈപ്പിൽ പോകുന്ന ഒരു കണ്ടന്റ് സിബിന്റെ, അത് വേഗം മുക്കി. ആ റീൽസും ആ എപ്പിസോഡും മെയിൻ ആയിട്ടുള്ള എപ്പിസോഡ് നല്ല മുക്കി. ഭാഗ്യത്തിന് നമ്മൾ ഹോട്ട്സ്റ്റാറിൽ കണ്ടതുകൊണ്ട് കിട്ടി. സോ നമ്മൾ ഇപ്പോഴും നമ്മളൊരു ടാസ്ക് നടക്കുകയാണെങ്കിൽ, ഈ ഒരാഴ്ചയായിട്ട് എന്ത് നടക്കുകയാണെങ്കിലും, നമ്മൾ ഈ ജാസ്മിനെ ഒരു ശോകഭാവങ്ങള് കാണിച്ച് ഇപ്പൊ ബിഗ് ബോസ് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് വിഷമിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്ന ജാസ്മിൻ, സഹിച്ച് കൺട്രോൾ ചെയ്ത് അങ്ങനെയൊക്കെ ഇരിക്കുന്ന
ആ ഒരു ഫീലിങ്സ് ജാസ്മിന്റെ മാക്സിമം ആ ഫീലിങ്സ് പുറത്ത് കാണിക്കുന്ന വിധത്തിലൊക്കെയാണ് നമ്മളിപ്പോൾ ക്യാമറയിൽ കാണുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതുകൊണ്ട് എന്താ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിയില്ല. എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ഗെയിമാണ്. സോ ഈ സിമ്പതി, സഹതാപം, ജാസ്മിന്റെ എക്സ്പ്രഷൻസ് ഇതെല്ലാം ഗെയിമിന്റെ ഭാഗമാണ്. അതൊരു സ്ട്രാറ്റജിയുമാണ്. അടുത്ത ആഴ്ച ഗെയിം മാറുമ്പോൾ പവർ വീട്ടിൽ നിന്നെല്ലാം ഗബ്രി വരുമ്പോൾ ക്യാപ്റ്റൻ നിന്നെല്ലാം ജാസ്മിൻ മാറുമ്പോൾ വേറെ ലെവലിലായിരിക്കും ജാസ്മിൻ ഗബ്രി പോവുക. ഇപ്പൊ ഈ ആഴ്ച തരംഗം സൃഷ്ടിച്ച പോലെ ആയിരിക്കില്ല അടുത്ത ആഴ്ച. ഇതേ പറയുന്ന കുറെ പേര് നെഗറ്റീവ് പറയാൻ അപ്പോഴും ഉണ്ടാകും. അങ്ങനെ ഓരോ വീക്ക് വരുമ്പോഴും മാറി മറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എന്റെ അഭിപ്രായമാണ്. ഇതിന് നിങ്ങൾക്ക് യോജിക്കാം, വിയോജിപ്പുണ്ടാകാം. ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പോരട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.